ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ചിക്പേട്ട് പോവാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഹൽദിയുടെ ഡ്രസ്സൊക്കെ എടുക്കണം. അപ്പോൾ അവിടെ ഭയങ്കര ചീപ്പ് റേറ്റിൽ കിട്ടും എന്നാണ് പറയുന്നത്. സോ ഞാനും അച്ഛനും തങ്കവും കൂടി ചിക്പേട്ട് പോവാണ്. ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട്. അതുകൊണ്ട് നമ്മൾ ബൻശങ്കരി വരെ ബസ്സിന് പോയി ബൻശങ്കരിയിൽ നിന്ന് മെട്രോയിൽ പോകാനാണ്. ഇപ്പോൾ സമയം 10:10 ഓൾമോസ്റ്റ് ഒരു 12 ഉള്ളിൽ എത്തേണ്ടതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഒത്തിരി ലേറ്റായി. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും റെഡിയായി ഗൈസ്. സോ വെൽക്കം ടു മൈ വ്ളോഗ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ റെഡിയായി. ഇതാണ് നമ്മളെ ഔട്ട്ഫിറ്റ്സ്. അപ്പം നമ്മള് ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടാണ്. ബൈ. ഓക്കെ ഗൈസ്, നമ്മളെ പ്ലാനൊക്കെ മാറ്റി. നമ്മൾ ഓണർ പറഞ്ഞത് ഡയറക്റ്റ് ബസ്സിന് പോണതായിരിക്കും നല്ലത്. മെട്രോനൊക്കെ പോണത് കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് ആണെന്ന്. സോ നമ്മൾ ഡയറക്റ്റ് ബസ്സിനാണ് പോണേ. ഇപ്പം ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ചിക്പേട്ട് എത്തി. ചിക്പേട്ടല്ല, ഇത് മൈസൂർ ബാങ്ക് സ്റ്റോപ്പായിരുന്നു. അപ്പം നമ്മളിനി ചിക്പേട്ടേക്ക് നടന്നു പോകും. അത്ര ക്രൗഡ് ആയിട്ടില്ല. നമ്മളിപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. ഇപ്പം റോഡ് സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഷോപ്പ് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവന്യൂ റോഡിലേക്ക് എത്തി. അവന്യൂ റോഡിൽ നിന്നാണ് നമ്മൾ ചിക്പേട്ട് സർക്കിളിലേക്ക് പോണത്. വഴിയിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. നമ്മൾ ഫസ്റ്റ് കണ്ടത് ഇങ്ങനെ ഫാൻസി ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു കുഞ്ഞു കടയായിരുന്നു. അതായത് ഓരോ ഇങ്ങനെ ഏതെടുത്താലും 10 രൂപ എന്നൊക്കെ പറയുന്ന പോലെ ക്ലച്ച് ക്ലിപ്സ്, സ്ലൈഡ്സ്, ടിക്ക് അതിനൊക്കെ 10 രൂപയായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. നമ്മൾ കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന ടിക്കൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഫുൾ വർക്കൊക്കെ ഉള്ളത്. അതിനൊക്കെ 20 രൂപയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ നക്ഷത്രം വെച്ച് മാല മോതിരമൊക്കെ ഉണ്ടാക്കി തരുന്ന കുറേ കടകൾ കാണാം. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ബുക്ക് സ്റ്റോളാണ്. ബുക്ക് ഷോപ്പ്, ലൈബ്രറീസ്, നമുക്ക് വേണമെങ്കിൽ അത് മറിച്ച് വിൽക്കാം. പിന്നെ ഈ ഡയറീസ്, ഇതിനൊക്കെ 50 രൂപ തൊട്ട് മാക്സിമം 150 രൂപയാണ് ഈ ഡയറിക്കൊക്കെ വില. നല്ല ഡയറി, അതായത് കൂടുതൽ അഡ്വർടൈസ്മെൻ്റ് ഒന്നുമില്ല, എഴുതാനുള്ള പേജസാണ് കൂടുതൽ. ഇതിന് 100 റുപ്പീസായിരുന്നു. ആ താഴെ ഉണ്ടായിരുന്ന റെഡ്, ബ്ലൂ ആ ഡയറീസിനൊക്കെ 50 രൂപ അങ്ങനെയായിരുന്നു. പിന്നെ അവർ നമ്മുടെ അടുത്ത് ലൈബ്രറി ബുക്ക് നമുക്ക് സെല് ചെയ്യുകയും ചെയ്യാം, വേണമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ അതുവഴി ഒരു അമ്പലത്തിൽ കയറി. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചിക്പേട്ട് സർക്കിളിലെത്തി. അവിടെയാണ് ഈ സാരീസിനൊക്കെ വില കുറവാണെന്ന്. എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമായി, പക്ഷേ അതിന് മുന്താണി കൊള്ളില്ലായിരുന്നു. പിന്നെ അവർ പറയണത് 850 ആണ്. നമുക്ക് എന്തോരം വേണമെങ്കിലും ബാർഗെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നല്ല വില കുറച്ച് പറയാം. അപ്പോൾ ലാസ്റ്റ് അവർ നമ്മളെ വിളിച്ചവർ തരും അത്. പിന്നെ എനിക്കിതൊക്കെ ഇഷ്ടമായി, പക്ഷേ എനിക്ക് വേണ്ട മോഡൽ ഇതല്ലാത്തതുകൊണ്ട് നമ്മളിതെടുത്തില്ല. പിന്നെ നമുക്ക് വേണ്ടത് ധാവണിയായിരുന്നു, ഈ ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന ധാവണി സെറ്റ്. അപ്പം നമ്മൾ മീഷോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ റെഫറൻസൊക്കെ എടുത്തായിരുന്നു പോയത്. അപ്പോൾ കറക്റ്റ് കിട്ടി, പക്ഷെ നമുക്ക് വേണ്ട കളർ ഉണ്ടായിരുന്നില്ല. ഇവർ 3-4 കളർ കാണിച്ചു. ഫസ്റ്റ് ഇവർ നമ്മളടുത്ത് പറഞ്ഞ പ്രൈസ് 1800 രൂപയായിരുന്നു. പക്ഷെ നമ്മളത് 1200-ന് തരുമോ ചോദിച്ചപ്പം അവർ ഓക്കെ പറഞ്ഞു. ഈ പുള്ളി നല്ല ആളായിരുന്നു. അതായത് ഓരോ സാധനവും ഓരോന്നായി കാണിച്ചു തന്നു. നമ്മൾ പറയുന്ന കളർ കാണിച്ചു തന്നു. ഒരുപാട് ടൈപ്പ് ഓഫ് ലെഹങ്കാസും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ മോഡൽ തന്നെ വേണം. പിന്നെ മഞ്ഞ കളറ് ഇല്ലെങ്കിൽ ബ്ലാക്ക് വേണമായിരുന്നു. പക്ഷെ അവിടെ റെഡ്, ഗ്രീൻ മാത്രമേ അവൈലബിളായി ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമുക്കിഷ്ടമായി. പക്ഷെ ഇതിൻ്റെ ബ്ലൗസിൻ്റെ പ്രിൻ്റ് നമുക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല. പിന്നെ ഇത് നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ വെച്ച് നോക്കി, പക്ഷെ നമ്മൾ വേണ്ട കളർ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ആ കടയിൽ നിന്ന് ഒന്നും വാങ്ങിച്ചില്ല. പക്ഷേ ഇത് വേർത്തായിരുന്നു. ഇപ്പോൾ ഓൺലൈനിലായാലും പ്രൈസ് ഉണ്ട്,
പിന്നെ ഓൾറെഡി സ്കേർട്ട് നല്ലോണം സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിക്കാനേ ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മൾ വേറൊരു ഷോപ്പിലെത്തി. നമുക്ക് വേണ്ട മഞ്ഞ തന്നെ കിട്ടി. അവൾക്ക് വേണ്ടത് മഞ്ഞ ധാവണിയായിരുന്നു. അപ്പോൾ മഞ്ഞ ധാവണി കിട്ടി. അവരും പ്രൈസ് പറഞ്ഞ് 1600 700 അങ്ങനെയാണ്. ലാസ്റ്റ് നമ്മൾ 1200 രൂപയാണെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞപ്പം അവർ ഓക്കെ പറഞ്ഞു. പിന്നെ ഇതിനുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോള് പ്ലെയിൻ വേണമായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വേറൊരു സെറ്റിൻ്റെ ഷോള് കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു ആ ഷോൾ എടുത്തോളാൻ. അങ്ങനെ നമ്മൾ ഇതാണ് വാങ്ങിച്ചത്. വേറെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ മഞ്ഞ മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഈ ധാവണി സെറ്റ് വാങ്ങിച്ചു. പിന്നെ വേണ്ടത് എനിക്കൊരു മഞ്ഞ ഡ്രസ്സായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നടക്കുകയായിരുന്നു. അതിനിടയിൽ നമ്മൾ ഇങ്ങനത്തെ കണ്ടു. ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. പേഴ്സാണിത് ശരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടി നടക്കുമ്പോൾ ഇങ്ങനെ വീട്ടിൻ്റെ വരാന്തയിൽ തൂക്കുന്ന ഈ കാറ്റടിക്കുമ്പോൾ മണി ശബ്ദം ഉണ്ടാവണ അതൊക്കെ കണ്ടു. ആദ്യം വെച്ച് വാങ്ങാമെന്ന്. പിന്നെ നമ്മൾ വെച്ച് വെറുതെ എന്തിനും ഇതൊരു ഔട്ട് ഓഫ് ഫാഷനായ സാധനമല്ലേ, വാങ്ങിയില്ല. പിന്നെ ഇവിടെ നിന്ന് 2-3 ചെപ്പ് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നല്ല ടയേർഡായി, ഭയങ്കര പൊടിയായിരുന്നു. ലാസ്റ്റ് നമ്മളിങ്ങനെ ഷോളൊക്കെ മൂടി നടക്കാൻ തുടങ്ങി. അത്രയും ക്രൗഡഡായിരുന്നു. പിന്നെ എനിക്ക് ഈ ഷോപ്പിൽ നിന്ന് എനിക്ക് വേണ്ട ഒരു യെല്ലോ ഡ്രസ്സ് കിട്ടി. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ പിന്നെ കാണിച്ചു തരാം. അങ്ങനെ ഒത്തിരി ടയേർഡായ ശേഷം നല്ല ക്രൗഡഡ് ആയതുകൊണ്ട് നമ്മളൊരു 3 മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഒന്നും ഒരു കുഞ്ഞു കട പോലും ഇല്ല. നമ്മൾ എന്നിട്ട് മജസ്റ്റിക്കിലേക്കാണ് വന്നത്. അങ്ങനെ നമ്മൾ കഴിക്കാൻ വന്നത് ഹോട്ടൽ എംപയറിലാണ് വന്നത്. 2 പേര് ചിക്കൻ ബിരിയാണി, ഒരാൾ എഗ് ബിരിയാണി ഓർഡർ ചെയ്തു. ഞാൻ വന്നിട്ട് കാണിച്ചത് ഗൈസ്, ഭയങ്കര ടയർഡാണ്. ഫുഡൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് 179 റുപ്പീസിന് സിംഗിൾ പോർഷൻ ബിരിയാണിയാണ് കിട്ടിയത്. പക്ഷെ അപ്പം നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, വയറ് ഫില്ലായി. പക്ഷെ അത്ര പൈസക്ക് അത് വേർത്താണോ ചോദിച്ചാൽ അല്ല. പിന്നെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് നമുക്ക് മജസ്റ്റിക്കിലേക്കായിരുന്നു തിരിച്ച് വരേണ്ടത് ബസ്സിന് വരാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇതൊരു കുഞ്ഞു വ്ളോഗായിരുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.